നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വരുന്ന സമയത്ത് നമ്മൾ അത് അവരോട് ചോദിക്കും, നിങ്ങൾ എനിക്ക് അയച്ചു തരൂ എന്ന് പറയും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ. പക്ഷേ നിങ്ങൾക്ക് അത് ചോദിക്കാതെ തന്നെ അവരുടെ സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ഗാലറിയിൽ സേവ് ചെയ്യാനും അതുവഴി നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാനും നിങ്ങൾക്ക് തന്നെ സ്റ്റാറ്റസ് ആക്കി വെക്കാനും സാധിക്കുന്നതാണ്. ഇനി ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് നിഷ്പ്രയാസം മറ്റൊരാളുടെ സ്റ്റാറ്റസ് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു ആപ്ലിക്കേഷനും ഇതിന് ആവശ്യമില്ല, ചെറിയ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. അത് എങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് സ്റ്റാറ്റസ് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്സപ്പിൽ വരുന്ന സ്റ്റാറ്റസ് വീഡിയോകളും സ്റ്റാറ്റസ് ഫോട്ടോകളും ഡൗൺലോഡ് ചെയ്ത് ഗാലറിയിൽ സേവ് ചെയ്യുന്നതിനും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നതിനും വേണ്ടി നമ്മൾ മൊബൈൽ ഫോണിലുള്ള വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ 3 മെനുകൾ കാണാൻ സാധിക്കും. ചാറ്റ്സ്, അപ്ഡേറ്റ്സ്, കോൾസ് എന്ന് പറഞ്ഞ് ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള അപ്ഡേറ്റ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ മൈ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കുന്നുണ്ടാകും. അതിൻ്റെ താഴെ നമ്മൾ കാണാത്ത സ്റ്റാറ്റസുകളാണ് ഉണ്ടാവുക. അതായത് റീസെൻ്റ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ് ഇവിടെ ഒന്ന് കാണിക്കുന്നുണ്ട്, ഡാഡൂസ് കോർണർ എന്ന് പറഞ്ഞ്. അതിൻ്റെ താഴെയുള്ള വ്യൂഡ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ വാട്സപ്പ് സ്റ്റാറ്റസുകളാണ് മറ്റുള്ളവരുടെ. അപ്പോൾ നമുക്ക് ഈ ഒരു റീസെൻ്റ് അപ്ഡേറ്റ്സ് എന്നുള്ള നമ്മൾ കാണാത്ത ഈ വാട്സപ്പ് സ്റ്റാറ്റസ് നമ്മളൊന്ന് കാണുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒരു വീഡിയോ നമുക്ക് പ്ലേ ആയി കാണിക്കുന്നുണ്ട്. സ്റ്റാറ്റസ് വീഡിയോ ആണ് ഇത്. ഒരു പൂച്ചക്കുട്ടിയുടെ ഒരു നല്ല ഒരു വീഡിയോ ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അത് മുഴുവനായിട്ട് തന്നെ നമ്മൾ കാണുക. നല്ല ഓമനത്തമുള്ള ഈ ഒരു പൂച്ചക്കുട്ടിയുടെ ഈ വീഡിയോ നമ്മൾ മുഴുവനായിട്ട് തന്നെ കാണുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ അടുത്തത് ഒരു ഫോട്ടോ ആണ് വരുന്നത്. ഈ ഫോട്ടോയും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ജസ്റ്റ് നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ മ്യൂട്ട്, മെസ്സേജ്, വോയിസ് കോള്, വീഡിയോ കോള്, വ്യൂ കോണ്ടാക്ട്സ്, റിപ്പോർട്ട്സ് ഇത്തരത്തിലുള്ള ഓപ്ഷനുകളെ കാണിക്കുന്നുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് നമ്മളത് ക്ലോസ് ചെയ്യുന്നു. ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നേരെ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുന്നു. ഫയൽ മാനേജർ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് 4 ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ട്. അതിൽ 3ാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഈ ഒരു ഫോൾഡറിൻ്റെ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കാണിക്കുന്നുണ്ടാവും. ഫോൺ സ്റ്റോറേജ്, അതേപോലെ തന്നെ SD കാർഡ് ഉണ്ടെങ്കിൽ SD കാർഡ് സ്റ്റോറേജ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന് താഴെയായിട്ട് ഒരുപാട് മെനുകളുണ്ട്. നമ്മുടെ ആൻഡ്രോയിഡ്, DCIM, ഡൗൺലോഡ് ചെയ്ത ഫോൾഡർ, അങ്ങനെ ഒരുപാട് ഫോൾഡറുകൾ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും താഴെ നിങ്ങൾക്ക് വാട്സപ്പ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കപ്പ്, ഡാറ്റാബേസസ്, മീഡിയ, ഇതിൽ ഏറ്റവും അവസാനം വരുന്ന മീഡിയ എന്ന് പറയുന്ന ഈ ഒരു മെനു ക്ലിക്ക് ചെയ്യുക. ഇവിടെ വാട്സപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും. അതായത് വാട്സപ്പിൽ വന്നിട്ടുള്ള വാൾപേപ്പർ, വാട്സപ്പ് ആനിമേറ്റഡ് ഗിഫ്റ്റ്സ്, ഓഡിയോ, അങ്ങനെ ഡോക്യുമെൻറ്റും ഇമേജും എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, നമ്മൾ ഇത് ഒന്നും നോക്കണ്ട. ഇതിലും നമ്മുടെ സ്റ്റാറ്റസ് ഒന്നും കാണിക്കുന്നുണ്ടാവില്ല. സൈഡിലായിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു 3 ഡോട്ട്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്നേരം 3 ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും. സോർട്ട് ബൈ, ക്രിയേറ്റ് ഫോൾഡർ, ഷോ ഹിഡൻ ഫയൽസ്. അതിൽ 3ാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാറ്റസസ് എന്ന് പറഞ്ഞ് പുതിയൊരു മെനു കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള എല്ലാ സ്റ്റാറ്റസുകളും, നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ സ്റ്റാറ്റസുകളും ഇവിടെ കാണിക്കുന്നുണ്ടാവും. അത് ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും. ഇപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ ആ പൂച്ചക്കുട്ടിയുടെ ആ വീഡിയോ ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ ഏറ്റവും അവസാനമായിട്ട് ആ ഫോട്ടോയും നമുക്ക് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആ ഒരു ഫോട്ടോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ബാക്ക് അടിക്കുന്നു. പിന്നെ നമ്മുടെ ആ ഒരു പൂച്ചക്കുട്ടിയുടെ ആ വീഡിയോ അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അത് പ്ലേ ആവുന്നുണ്ട്. ഓക്കെ, അത് മുഴുവനായിട്ട് തന്നെ നമുക്ക് പ്ലേ ആയി കിട്ടുന്നതാണ്. ഇത് നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ആക്കി വെക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഇതിനി നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്ത് ഗാലറിയിലേക്ക് ആക്കാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെയെന്ന് നോക്കാം.
ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുന്നു. അതിനുശേഷം ഇത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം താഴെ നമുക്ക് ഓപ്ഷൻ വന്നിട്ടുണ്ട്, സെൻഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാട്സപ്പിൽ വേണമെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ കോപ്പി ചെയ്യാം നമ്മുടെ ഫയൽ മാനേജറിലേക്ക്, ഏത് ഫോൾഡറിലാണ് എന്നുള്ളത് ബ്ലൂടൂത്ത് വഴി മറ്റ് ഫോണിലേക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡ്രൈവിൽ കയറ്റാം. നമ്മൾ കോപ്പി ടു ഫയൽ മാനേജർ ആണ് കൊടുക്കുന്നത്. അതിനുശേഷം ഏതെങ്കിലും ഒരു ഫോൾഡറിൽ നിങ്ങൾ സേവ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡൗൺലോഡ് എന്ന് പറയുന്ന അതിൽ തന്നെ സേവ് കൊടുക്കുകയാണ്, അതായത് പേസ്റ്റ് കൊടുത്തു. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നേരെ നമ്മുടെ ഗാലറിയിൽ വന്നിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ ഗാലറിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗാലറി ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ആൽബംസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. റീസെന്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആ ഒരു വീഡിയോ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അത് പ്ലേ ആവുന്നതാണ്. ഓക്കെ, ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ മറ്റൊരാളുടെ സ്റ്റാറ്റസ് വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും നമ്മുടെ മൊബൈലിലേക്ക് സേവ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾ പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ല ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.